രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട പോലീസുകാർക്കെതിരെ 5 പോലീസുകാർക്കെതിരെ ഇപ്പോൾ നടപടി സ്വീകരിച്ചിരിക്കുന്നു. വിവിധ ജില്ലകളിലുള്ള പോലീസുകാരായിരുന്നു മുഖ്യമന്ത്രിയുടെ ഗൺമാൻ സംഘത്തിൽ ഉണ്ടായിരുന്നത്. ആലപ്പുഴയിൽ വെച്ച് അതിക്രൂരമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ നമ്മളെല്ലാവരും കണ്ടതാണ്. പക്ഷേ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറയുന്നത് യൂണിഫോമിട്ട പോലീസുകാർ തള്ളി മാറ്റിയതേ ഉള്ളൂ, പിടിച്ചു മാറ്റിയതേ ഉള്ളൂ, ഇത് രക്ഷാപ്രവർത്തനം തന്നെയാണ് എന്നാണ്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് മുൻ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയൻ വാർത്താ സമ്മേളനം വിളിച്ച് ഈ ഗൺമാന്മാരെ ന്യായീകരിച്ചത്. കഴിഞ്ഞ ദിവസം ഇ.പി. ജയരാജൻ അടക്കം ഈ ഗൺമാന്മാരെ ന്യായീകരിക്കുന്ന രീതിയിൽ പ്രസ്താവനകൾ നടത്തിയിരുന്നു. പ്രതിഷേധിക്കുന്ന 2 പേരെ തള്ളിമാറ്റിയ ശേഷം ഗൺമാന്മാർ ഇറങ്ങി വന്ന് പ്രത്യേക ബാറ്റൺ ഉപയോഗിച്ച് തലതല്ലി പൊട്ടിക്കുന്ന, വളഞ്ഞിട്ട് അടിച്ച് ഇഞ്ചപ്പരുവമാക്കുന്ന ഈ പ്രവർത്തിക്ക് രക്ഷാപ്രവർത്തനം എന്നാണോ പേര്? മുഖ്യമന്ത്രി ഇസഡ് കാറ്റഗറിയിൽപ്പെട്ട വ്യക്തിയാണെന്നും അന്നത്തെ മുഖ്യമന്ത്രി, അതുകൊണ്ട് അദ്ദേഹത്തെ ആക്രമിക്കാൻ വന്നവരെയാണ് തടഞ്ഞ് ഇതുപോലെ മാറ്റിയത്, തള്ളി മാറ്റിയത് എന്നൊക്കെ ആയിരുന്നു ചില CPM സൈബർ കമ്മ്യൂണുകൾ പറഞ്ഞുകൊണ്ട് നടന്നത്. ഇന്നിപ്പോൾ പിണറായി വിജയന്റെ വാർത്താ സമ്മേളനത്തിൽ ഈ ഗൺമാന്മാരെ അടക്കം ന്യായീകരിക്കുന്ന, വെളുപ്പിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. പച്ചക്കള്ളമാണ് പിണറായി വിജയൻ പറഞ്ഞു വെക്കുന്നത്. ഇത്രയും കാലം പറഞ്ഞതെല്ലാം പച്ചക്കള്ളമായിരുന്നു. വീണ്ടും തോറ്റ് തുന്നം പാടിയിട്ടും ആ പച്ചക്കള്ളം പറച്ചിലിന് ഒരു മാറ്റവുമില്ല. കല്ലുവെച്ച നുണയാണ് പറയുന്നത്. അപ്പോൾ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട്, ഈ ദൃശ്യമാധ്യമങ്ങളിലൊക്കെ കണ്ട ആ ദൃശ്യങ്ങൾ, അല്ല ദൃശ്യമാധ്യമങ്ങൾ ഞാൻ കണ്ടിട്ടില്ല, എനിക്കതല്ല ജോലി, ഞാൻ ദൃശ്യമാധ്യമങ്ങളൊന്നും കണ്ടില്ല, ഞാൻ നേരിട്ട് കണ്ട കാര്യമാണ്. അവിടെ രക്ഷാപ്രവർത്തനമാണ് നടന്നത്. അവിടെ ഇവരെ ഈ വന്ന ആളുകളെ, പ്രതിഷേധിക്കാൻ വന്ന ആളുകളെ തള്ളി മാറ്റുക മാത്രമാണ് ചെയ്തത്, വണ്ടിക്ക് വഴിയൊരുക്കുക മാത്രമാണ് ചെയ്തത്, നിയമപരമായിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത്, നിയമവിധേയമായ ഒരു പ്രവൃത്തിയായിരുന്നു അത് എന്ന് പറഞ്ഞ് പച്ചയ്ക്ക് വെളുപ്പിക്കുന്ന, പച്ചക്കള്ളം പറയുന്ന, ആരോ പറഞ്ഞുകൊടുത്ത് പറയിപ്പിക്കുന്നത് പോലെ കള്ളം പറയുന്ന പിണറായി വിജയനെയാണ് ഇന്ന് മാധ്യമപ്രവർത്തകർക്കും ജനങ്ങൾക്കും കാണാൻ സാധിച്ചത്. വെറുതെയാണോ ഇയാളും ഇയാളുടെ കൂടെയുള്ള ആളുകളും തോറ്റത്? ഈ കൺമുന്നിൽ കണ്ടത് അത് കള്ളമാണ്, അത് ശരിയായ ഒരു സംഭവമല്ല എന്ന് പറഞ്ഞ് ഈ മനുഷ്യൻ ആരെയാണ് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത്? ആരെയാണ് പൊട്ടന്മാരാക്കാനും ആരെയാണ് വിഡ്ഢികളാക്കാനും ശ്രമിക്കുന്നത്? ഇയാളുടെ വിചാരം എല്ലാവരും വിഡ്ഢികളാണ്, ഇയാൾക്ക് മാത്രമേ ബുദ്ധിയുള്ളൂ, ഇയാളുടെ കൂടെയുള്ള, ഇയാളെ താങ്ങുന്ന കുറേ ആളുകൾക്ക് മാത്രമേ ബുദ്ധിയുള്ളൂ, ബാക്കി എല്ലാവരും വെറും വിഡ്ഢികളാണ്, വെറും മണ്ടന്മാരാണ് എന്നാണ് പിണറായി വിജയന്റെ ധാരണ. ഇപ്പോഴും അങ്ങനെ തന്നെ. തോറ്റ് പാർട്ടി തകർന്ന് തരിപ്പണമായി എല്ലാ ജില്ലാ കമ്മിറ്റികളിലും പച്ച തെറികേട്ട് ഇയാളെ അടിച്ചോടിക്കണം എന്ന് വരെ ആളുകൾ പരസ്യമായി അസന്നിഗ്ധമായി പറഞ്ഞു വെച്ചിട്ട് ഇതെല്ലാം കേട്ട് നാണമില്ലാതെ ചിരിച്ചുകൊണ്ട് ഒരു ഇളിഞ്ഞ ചിരിയും ഒരു ഉളുപ്പില്ലാത്ത മുഖവുമായി വന്നു നിന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ ഇത്തരം പ്രഹസനങ്ങൾ നടത്താൻ ഇയാൾക്ക് എങ്ങനെ ധൈര്യം വരുന്നു, അല്ലെങ്കിൽ എങ്ങനെ തോന്നുന്നു എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും ചോദിക്കുന്ന ചോദ്യം. ഒരു രാഷ്ട്രീയ നേതാവ്, പൊതുപ്രവർത്തകൻ, അയാൾക്ക് വേണ്ട മിനിമം ചില ക്വാളിറ്റികളില്ലേ? മിനിമം ചില ഗുണമേന്മകൾ വേണ്ടേ? അതൊന്നുമില്ലാതെ ദോഷം മാത്രമുള്ള രാഷ്ട്രീയത്തിന്, ഇടതുപക്ഷ രാഷ്ട്രീയത്തിനെന്നല്ല, കേരളത്തിൻ്റെ പൊതുരാഷ്ട്രീയത്തിനോ അല്ലെങ്കിൽ പൊതു സമൂഹത്തിനോ ഒന്നും ചേരാത്ത രീതിയിൽ ജനങ്ങളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്ന, വിഡ്ഢികളാക്കുന്ന, പച്ചക്കള്ളം പറയുന്ന ഗൺമാന്മാരെ ഉപയോഗിച്ച് തല്ലി അടിച്ചൊതുക്കിയിട്ട് ഞങ്ങളൊന്നും ചെയ്തില്ല, പിടിച്ച് തള്ളിയതേ ഉള്ളൂ എന്ന് പച്ചക്കള്ളം പറയുന്ന ഇയാളെയൊക്കെ എങ്ങനെ ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിക്കും? വെറുതെയല്ല തോറ്റത് എന്നുള്ള കാര്യം മനസ്സിലായില്ലേ? പിണറായി വിജയൻ കൊണ്ട് തന്നെ, അയാളെ കൊണ്ട് തന്നെയാണ് തോറ്റത്. ഇയാളുടെ ഇത്തരം പ്രസ്താവനകളും ഇത്തരം അഹങ്കാരങ്ങളും ഇത്തരം ഗീർവാണങ്ങളും ഇത്തരം ശുംഭത്തരങ്ങളും ഇത്തരം തെറ്റിദ്ധാരണാജനകമായ പ്രസ്താവനകളും കൊണ്ട് മാത്രമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും CPM-ഉം തോറ്റ് തുന്നം പാടിയത്. ഈ തോൽവി തുടരുക തന്നെ ചെയ്യും ഇയാൾ ഉള്ളിടത്തോളം കാലം. ഇയാൾ പിണറായി വിജയൻ എന്ന വ്യക്തി CPM-ൽ ഒരു വലിയ ഏകാധിപതിയായി ഞാൻ തന്നെ പാർട്ടി, ഞാൻ തന്നെ എല്ലാം എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. എന്നിട്ട് ഞാൻ തന്നെ സ്വയം പ്രതിപക്ഷ നേതാവാക്കി, പണ്ട് നെഹ്റു പറഞ്ഞതുപോലെ ഞാൻ തന്നെ എനിക്ക് ഭാരതരത്ന സമ്മാനിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ ഞാൻ തന്നെ എന്നെ പ്രതിപക്ഷ നേതാവായി തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞത് മുതൽ എല്ലാ മേഖലകളിലും ആ ഒരു ഏകാധിപത്യ പ്രവണത തുടരുകയാണ്. പ്രതിപക്ഷ നേതാവായി ഇരുന്നു കൊണ്ടും ഇതിനു മുൻപ് മുഖ്യമന്ത്രിയായി ഇരുന്നു കൊണ്ടുമൊക്കെ ഏതാണ്ട് സമാനമായ ജൽപ്പനങ്ങളാണ് പിണറായി വിജയൻ നടത്തിക്കൊണ്ടിരുന്നത്. ഇനിയും ഇതുപോലുള്ള ധാരാളം ജൽപ്പനങ്ങളും വിടുവായ്ത്തരങ്ങളും വിഡ്ഢിത്തങ്ങളും പച്ചക്കള്ളങ്ങളും നമ്മൾ ധാരാളമായി കേൾക്കേണ്ടി വരും.